ഫുട്ബോളിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായി സോക്കർ ടോക്ക് വീണ്ടും എത്തുന്നു. കപ്പുണ്ടോ എന്ന് ചോദിച്ചവരുടെ മുന്നിലൂടെ ലിയോണൽ മെസ്സി ചിരിച്ചുകൊണ്ട് നടക്കുന്നു. ഫുട്ബോൾ ലോകത്ത് ഇൻ്റർനാഷണൽ കിരീടമില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന താരമാണ് ലിയോണൽ മെസ്സി. അതിൻ്റെ കാരണവും മറ്റൊന്നുമല്ലായിരുന്നു, കരിയറിലെ ഈ നേട്ടം മാത്രമേ മെസ്സി നേടാൻ ബാക്കിയുള്ളതായിരുന്നുള്ളൂ. എന്നാൽ ആ ചോദ്യത്തിന് പ്രസക്തിയില്ലാതായത് 2021 കോപ്പയിലാണ്. പിന്നെ ലോകകപ്പും ലിയോണൽ മെസ്സി നേടി. ഇപ്പോൾ വീണ്ടും കോപ്പ കിരീടം, അതിനിടെ ഫൈനൽസിമ കിരീടവും. കപ്പുണ്ടോ എന്ന് ചോദിച്ചവർക്ക് മുന്നിലൂടെ ഒരു കപ്പിൻ്റെ ഘോഷയാത്ര തന്നെ ഒരുക്കി ലിയോണൽ മെസ്സിയും സംഘവും പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ രാജ്യത്തിനായി കിരീടമില്ല എന്ന് വിമർശകർ പറയുമ്പോഴും മെസ്സി രാജ്യത്തിനായി പലതും നേടിക്കൊടുത്തിരുന്നു. ഒരു അണ്ടർ-20 ലോകകപ്പും ഒരു ഒളിമ്പിക്സ് ഗോൾഡ് മെഡലും അർജന്റീനയിൽ എത്തിച്ചിരുന്നു ലിയോണൽ മെസ്സി. കൂടാതെ തൻ്റേതായ നേട്ടങ്ങളും ലയണൽ മെസ്സി കൈവരിച്ചിരുന്നു. അതിനേറ്റവും വലിയ ഉദാഹരണം 2014 ലോകകപ്പിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരമായിരുന്നു. പിന്നീട് 2015 കോപ്പയിലെ മികച്ച താരവും ലയണൽ മെസ്സി ആയിരുന്നു. 16 കോപ്പയിലും അതിന് അർഹതയുണ്ടായിട്ടും അത് വാങ്ങാതെ മടങ്ങി ലയണൽ മെസ്സി. താൻ പലതും നേടുമ്പോഴും തൻ്റെ ടീമിനായുള്ള ആ കിരീടം മാത്രം ബാക്കിയാക്കി ലയണൽ മെസ്സി നടന്നുപോയി. 16 വിരമിക്കൽ പ്രഖ്യാപനം അതിൻ്റെ കൂടി ഭാഗമായിരുന്നു. പക്ഷേ തിരിച്ചു വന്നു. പിന്നീട് നടന്നതാണ് ചരിത്രം. ആ ചരിത്രത്തിൻ്റെ ഭാഗമായി 2021 കോപ്പ അമേരിക്കയും 2022 ലോകകപ്പും പിന്നെ ഫൈനലിസിമയും പിന്നെ വീണ്ടും ഒരു കോപ്പ അമേരിക്ക 2024 മറ്റൊരു പ്രധാന വാർത്ത എന്തെന്നാൽ ഇതെല്ലാം നേടിയത് ആ കാലഘട്ടത്തിലെ വമ്പന്മാരെ വീഴ്ത്തിയാണ്. 2021 കോപ്പ നേടുമ്പോൾ ബ്രസീലായിരുന്നു മുൻ ചാമ്പ്യന്മാർ. 2022 ഫൈനലിസിമ കിരീടം നേടുമ്പോൾ യൂറോ ചാമ്പ്യന്മാരായിരുന്നു ഇറ്റലി. 2022 ലോകകപ്പ് നേടുമ്പോൾ മുൻ ചാമ്പ്യന്മാർ ഫ്രാൻസ് ആയിരുന്നു. ഇപ്പോൾ ഇതാ അൺബീറ്റൻ റണ്ണുള്ള കൊളംബിയയെ തകർത്ത് വീണ്ടും ഒരു കിരീടം. മുൻ ചാമ്പ്യന്മാരെ ഇവിടെ കിട്ടില്ലല്ലോ, കാരണം മുൻ ചാമ്പ്യന്മാരും അർജന്റീനയാണല്ലോ. അപ്പോൾ ഇതാ അൺബീറ്റൻ കുതിപ്പുള്ളവരെ തകർത്ത് ഒരു കിരീടം നേടുന്നു. കരിയറിൽ മെസ്സിക്ക് നേടാൻ ഇനിയൊന്നും ബാക്കിയില്ലാതായി. പല പ്രധാന ട്രോഫികളും മെസ്സി നേടിക്കഴിഞ്ഞു. പ്രധാനമായ ഇൻഡിവിജ്വൽ അവാർഡും മെസ്സിയുടെ കയ്യിലുണ്ട്. ഏറ്റവും പ്രധാനമായ ക്ലബ് കരിയറിലെ ലാലിഗ കിരീടവും ചാമ്പ്യൻസ് ലീഗ് കിരീടവും മെസ്സി നേടി. വ്യക്തിഗത നേട്ടങ്ങളിലെ ലോകകപ്പ് മികച്ച താരവും ബാലൻഡിയോറും പിന്നെ ഗോൾഡൻ ബൂട്ടും ലയണൽ മെസ്സി സ്വന്തമാക്കി. നാഷണൽ കിരീടത്തിലേക്ക് പോകുമ്പോൾ കോപ്പ അമേരിക്ക കിരീടവും പിന്നെ ലോകകപ്പും മെസ്സി നേടി. വ്യക്തിഗത അവാർഡുകൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മെസ്സിക്കാണ് വ്യക്തിഗത അവാർഡുകൾ ഉള്ളത്. 130+ അവാർഡുകളാണ് മെസ്സിക്കുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് 80 താഴെ മാത്രമേ വ്യക്തിഗത അവാർഡുകളുള്ളൂ. എന്നാൽ കിരീട നേട്ടത്തിലേക്ക് പോകുമ്പോൾ മെസ്സിയുമായി കമ്പയർ ചെയ്യാൻ ഡാനി അൽവെസ് ആണുള്ളത്. 43 കിരീടങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. എന്നാൽ 45 കിരീടവുമായി മെസ്സിയാണ് 1-ാം സ്ഥാനത്ത്. ഇതാണ് മെസ്സി. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന മെസ്സിയെ പൂർണ്ണമായും വിളിക്കാം. മറ്റൊരു താരത്തിന് അതിന് സ്ഥാനമില്ല ഈ കാലഘട്ടത്തിൽ. മറ്റൊരു താരം അതിന് അർഹനാകുമ്പോൾ മെസ്സി കരിയർ അവസാനിപ്പിച്ചിട്ടുണ്ടാകും. മെസ്സിയിലെ പുതിയ നേട്ടങ്ങൾ ഇനി എന്തൊക്കെയെന്ന് കാത്തിരുന്നു കാണാം. 2026 ലോകകപ്പാണ് ഇനി മുന്നിലുള്ളത്. അവിടെ മെസ്സി എല്ലാം നേടാനായി കാത്തിരിക്കുകയാണ്. ഫുട്ബോളിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായി സോക്കർ ടോക്ക് വീണ്ടും എത്തും.